ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇതിൽ സാറാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ഇമ്പോർട്ടന്റ് MCQസുമായിട്ടാണ്. നമ്മുടെ ഹിസ്റ്ററിയിലെ 2 ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടന്റ് MCQസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാ മക്കളും ത്രൂ ഔട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കാണുക. വിത്തിൻ 10 മിനിറ്റ്സ് നമുക്ക് ഈ ഒരു 20 MCQs ഡിസ്കസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ വേർഡ് ഗില്ലറ്റിൻ ഡ്യൂറിംഗ് ദ ഫ്രഞ്ച് റവല്യൂഷൻസ് ആർ ഫസ്റ്റ് ടു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഡയറക്റ്റ് ആയിട്ട് തന്നെ ഞാൻ ആൻസേഴ്സ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബിഹെഡിങ് എ പേഴ്സൺ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ബിഹെഡിങ് എ പേഴ്സൺ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്? അവോയ്ഡിങ് എ പേഴ്സൺ, ടാക്സിങ് എ പേഴ്സൺ, ത്രെഡനിങ് എ പേഴ്സൺ എന്നുള്ളതാണ്. അപ്പൊ ബിഹെഡിങ് എ പേഴ്സൺ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഗില്ലറ്റിൻ നിങ്ങൾ ആലോചിക്കുക, ഗില്ലറ്റിൻ ആ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേക്കാം. അപ്പൊ ഈ പറയുന്ന ടേം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ബിഹെഡിങ് എ പേഴ്സണുമായിട്ട് റിലേറ്റഡ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആൻസർ അവിടെ കിട്ടും. ഇനി what did red cap worn by the Saint-Cloud in France symbolize? റെഡ് ക്യാപ്സിലൂടെ Saint-Cloud എന്താണ് സിംബലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അല്ലെ. ഇക്വാലിറ്റി ആണോ, ലവ് ആണോ, ബ്രദർഹുഡ് ആണോ, അല്ല ലിബർട്ടി ആണ്. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് അവിടെയും എന്ത് ചെയ്യുന്നത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലിബർട്ടി ആണ് Saint-Cloud റെഡ് ക്യാപ്പിലൂടെ എന്ത് ചെയ്യുന്നത് സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ, Saint-Cloud നമ്മൾ പറഞ്ഞല്ലേ, ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് ആണ് Saint-Cloud എന്നറിയപ്പെടുന്നത്. അവർ ഈ പറയുന്ന റെഡ് ക്യാപ്പ് ബേൺ ചെയ്യുന്നതിലൂടെ എന്താണ് മീൻ ചെയ്യാൻ ശ്രമിക്കുന്നത്? ലിബർട്ടി ആണ്. ഓക്കെ, ഫ്രീഡത്തെയാണ് അവർ എന്ത് ചെയ്യുന്നത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് ലെജസി ടു ദ വേൾഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിബർട്ടി, ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറെ അധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഡെമോക്രസി ആണോ, സോഷ്യലിസം ആൻഡ് നാഷണലിസം ആണോ, അല്ലെങ്കിൽ റിപ്പബ്ലിക്കനിസം ആണോ, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് വന്നിട്ടുള്ളത്. അതിൽ ലിബർട്ടി, ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി ആണ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ ഇൻ ദ റൈസ് ഓഫ് നെപ്പോളിയൻ. നെപ്പോളിയന്റെ എന്താ പറയാ, നെപ്പോളിയന് പവർ കിട്ടാൻ റീസൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നെപ്പോളിയൻ പവർ കിട്ടാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ആലോചിക്കാം, ഫോൾ ഓഫ് ജാക്കോബിൻ ക്ലബ് ആണോ? അല്ല, ജാക്കോബിൻ ക്ലബിന് ശേഷമാണ് ആര് വന്നത്? ഈ പറയുന്ന എന്താ പറയുക ഡയറക്ടറി ഫോം ഓഫ് ഗവൺമെന്റ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ 5 മെമ്പർ എക്സിക്യൂട്ടീവ് ഉള്ള ഡയറക്ടറി ഫോം ഓഫ് ഗവൺമെന്റ് വന്നിട്ടുള്ളത്. അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിഫറെന്റ് ഒപ്പീനിയൻസും പൊളിറ്റിക്കൽ ഇൻസ്റ്റാബിലിറ്റി ഓഫ് ഡയറക്ടറി ആണ് നെപ്പോളിയൻ എന്ന് പറയുന്ന പേഴ്സണ് പവർ കിട്ടാൻ കാരണമായത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പൊളിറ്റിക്കൽ ഇൻസ്റ്റാബിലിറ്റി ഓഫ് ദ ഡയറക്ടറി ആണ്. നമ്മുടെ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ്, മെമ്പേഴ്സ് ഓഫ് ദ ജാക്കോബിൻ ക്ലബ് വർ നോൺ ആസ്. ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് എന്താ പറയുക, ടെററിസ്റ്റ് എന്നോ അല്ലെങ്കിൽ കൺസർവേറ്റീവ്സ് എന്നോ അല്ലെങ്കിൽ റവല്യൂഷണറീസ് എന്നോ അല്ല അറിയപ്പെടുന്നത്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? Saint-Cloud എന്ന പേരിലാണ്. എന്ത് പേരിലാണ് മക്കളെ? Saint-Cloud. നമ്മൾ നേരത്തെ പറഞ്ഞു Saint-Cloud റെഡ് ക്യാപ്പ് ധരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ തൊട്ടുമുമ്പത്തെ MCQയിൽ പറഞ്ഞു അല്ലെ. അപ്പൊ Saint-Cloud എന്ന പേരിലാണ് ആര് അറിയപ്പെടുന്നത്? ഈ പറയുന്ന ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് അറിയപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. Then the winged women personified. ഈ പറയുന്നതിൽ ഏതാണ് winged women എന്ന എന്താ പറയുക സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പേഴ്സോണിഫിക്കേഷൻ ഓഫ് ലോ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. പേഴ്സോണിഫിക്കേഷൻ ഓഫ് ലോ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ടും കുറെ അധികം പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, കുറെ അധികം സിമ്പിൾസ് തന്നിട്ടുണ്ട്. ആ സിമ്പിൾസ് എന്താണ് മെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് മീൻ ചെയ്യുന്നത്, എന്താണ് പേഴ്സോണിഫൈ ചെയ്യുന്നത് കൃത്യമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്കുക, വിമന്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അത് എന്താണ്? പേഴ്സോണിഫിക്കേഷൻ ഓഫ് ലോ ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ദെൻ സെവൻത് ക്വസ്റ്റ്യൻ, എറ്റേണിറ്റിയെ സിംബലൈസ് ചെയ്യുന്നത് ഏതാണ്? സ്നേക്ക് ബിറ്റിംഗ് ഇറ്റ്സ് ടെയിൽ ടു ഫോം എ റിംഗ് പോലെ ഈ പറയുന്ന പോലെ തന്നെ എന്താ സ്നേക്ക് അതിന്റെ ടെയിലിനെ ബിറ്റ് ചെയ്യുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു സിമ്പിൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടാവും. ഇത് എറ്റേണിറ്റിയാണ് സിംബലൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. എറ്റേണിറ്റിയാണിത് സിംബലൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിന് മറ്റൊരു നോക്കുകയാണെങ്കിൽ why is the period of 1793 to 94 referred as reign of terror? 1793 to 94 അറിയപ്പെടുന്നത് reign of terror എന്ന് പേരാണ്. അപ്പോൾ which period is known as the reign of terror എന്ന് ചോദിക്കുകയാണെങ്കിൽ 1793 to 94 ആണ്. then 1793 and 93 to 94 is also known as അല്ലെങ്കിൽ എന്താ പറയുക is known as എന്ന് ചോദിക്കുകയാണെങ്കിൽ referred to as ചോദിക്കുകയാണെങ്കിൽ reign of terror ആണ്. അപ്പോൾ മറ്റ് MCQs വന്നാലും മക്കൾക്ക് ആൻസർ ചെയ്യാനുള്ള പോയിന്റ്സ് ഇവിടെ തന്നെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം why the period of 1793 to 94 referred as reign of terror നോക്കുകയാണെങ്കിൽ സിവിയർ കൺട്രോൾ ആൻഡ് പണിഷ്മെന്റ് ആണ് കേട്ടോ. റോബസ്പിയർ ഫോളോ ചെയ്തിട്ടുള്ള പോളിസി ഓഫ് സിവിയർ പണിഷ്മെന്റ് ആൻഡ് കൺട്രോൾ ആണ്. ഈവൻ ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് പോലും ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പോലും പണിഷ്മെന്റ് കൊടുത്തിരുന്ന ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ എന്ത് കാണാൻ പറ്റുന്നത്? യെസ്, എന്താണ് റെയിൻ ഓഫ് ടെറർ എന്ന് ഈ പീരീഡ് അറിയപ്പെടാനുള്ള കാരണം. മറ്റൊന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഗില്ലറ്റിൻ പ്രോസസ് ഒക്കെ ഈ ഒരു സമയത്ത് വളരെയധികം കൂടുതലായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് കൊണ്ട് തന്നെയാണ് ഈ ഒരു കാലഘട്ടം ഭീകരതയുടെ കാലഘട്ടം അല്ലെങ്കിൽ റെയിൻ ഓഫ് ടെറർ എന്നൊക്കെ പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും.
ആൻഡ് ദെൻ ദ ലാസ്റ്റ് സെഷൻ ഓഫ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ. നമ്മൾ 2 ചാപ്റ്റേഴ്സിനെയാണ്, ഫ്രഞ്ച് റവല്യൂഷനും അതുപോലെ തന്നെ എന്താ പറയുക സോഷ്യലിസം ഇൻ യൂറോപ്പ് ആൻഡ് ദ റഷ്യൻ റവല്യൂഷൻ. ഈ 2 ചാപ്റ്റേഴ്സിനും കൂടി 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്ന ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. Which of the following was factor in the rise of Napoleon? നെപ്പോളിയൻ പവർ കിട്ടാൻ കാരണം പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഓഫ് ഡയറക്ടറി ആണ്. ഓക്കെ, റിപ്പീറ്റഡ് ആണ്. ദെൻ ബണ്ടിൽ ഓഫ് റോഡ്സ് ഓർ ഫാക്ട്സ് സിംബലൈസ്ഡ്. ബണ്ടിൽ ഓഫ് റോഡ് അല്ലെങ്കിൽ ഫാക്ട്സ് എന്താണ് സിംബലൈസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? സ്ട്രെങ്ത് ലൈസ് ഇൻ യൂണിറ്റി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ബണ്ടിൽ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ നൂലുകളുടെ അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് റോഡ്സിന്റെ ബണ്ടിൽ എന്നുകൊണ്ട് എന്താണ് ആ ഒരു യൂണിറ്റി അത് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യും അല്ലെ. അതിന്റെ ഭാഗമായിട്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് അത് യൂണിറ്റി എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? സ്ട്രെങ്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു കോൺസെപ്റ്റ് ആണ് അവിടെ, അല്ലെങ്കിൽ അതാണ് അവിടെ സിംബലൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദീസ് ആർ ദ 10 MCQs ഫ്രം ദ ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള ടോപ്പിക് എന്നുള്ള 10 MCQs ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇനി ക്യാപിറ്റലിസ്റ്റ് ബിലീവ്ഡ് ഇൻ, ക്യാപിറ്റലിസ്റ്റ് എന്താ വിശ്വസിച്ചിരുന്നത്? എ എന്ന് പറയുന്ന ഓപ്ഷൻ ഇത് താഴെ വരേണ്ടതാണ്. കൺട്രോൾഡ് ഓഫ് പ്രോപ്പർട്ടി ബൈ സൊസൈറ്റി ആണോ? ദെൻ എന്താ പറയുക വർക്കേഴ്സ് റൈറ്റ് ആണോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് വിത്ത് വർക്കേഴ്സ് ആണോ? അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ഇപ്പൊ ക്യാപിറ്റലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണല്ല. ഈ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റലിസ്റ്റുകൾക്ക് വർക്കേഴ്സ് റൈറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ പ്രോപ്പർട്ടി ബൈ സൊസൈറ്റിയോ അല്ലെങ്കിൽ ഷെയറിംഗ് പ്രോഫിറ്റ് വിത്ത് വർക്കേഴ്സോ അല്ല. അവിടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. Then in the World War First, which started in 1914, Russia fought against. First World War റഷ്യ ആർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഫൈറ്റ് ചെയ്തില്ലെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ആണോ? അല്ല, ജർമ്മനി ആൻഡ് ഓസ്ട്രേലിയ ആണ്. അവിടെ ഓസ്ട്രിയ ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ജർമ്മനി ആൻഡ് ഓസ്ട്രിയ ആണ് ഫസ്റ്റ് വേൾഡ് വാറിൽ റഷ്യ യുദ്ധം ചെയ്തിട്ടുള്ള മറ്റ് എതിരാളികൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 13th ക്വസ്റ്റ്യൻ. വിച്ച് ഗ്രൂപ്പ് വാണ്ടഡ് റഷ്യ ബിക്കെയിം ദ കമ്മ്യൂണിസ്റ്റ് നാഷൻ ചോദിക്കുകയാണെങ്കിൽ ബോൾഷെവിക്സ് ആണ്. ബോൾഷെവിക്സ് ആണ് റഷ്യ ഒരു കമ്മ്യൂണിസ്റ്റ് നാഷൻ ആവണം എന്ന് ഡിമാൻഡ് ചെയ്തിരുന്ന ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഹൂ ലെഡ് ദ ബോൾഷെവിക് ഗ്രൂപ്പ് ഇൻ റഷ്യ ഡ്യൂറിംഗ് ദ റഷ്യൻ റവല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ ലെനിൻ ആണ്. ഓക്കെ, റഷ്യൻ റവല്യൂഷൻ ടൈമിൽ 2 മേജർ പാർട്ടീസ് ആയിരുന്നു, മെൻഷെവിക്സും ബോൾഷെവിക്സും. അതിൽ ബോൾഷെവിക്സ് ലീഡ് ചെയ്തിരുന്നത് ലെനിനും മെൻഷെവിക്സ് ലീഡർ ആയിരുന്നത് അലക്സാണ്ടർ കെരൻസ്കിയും ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബോൾഷെവിക്സിന്റെ ലീഡർ ആയിരുന്നു ലെനിൻ ആയിരുന്നു, ലെനിൻ ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. Then the main occupation of the people of Russia in the beginning of the 20th century നമ്മൾ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ ആണ്. മാനുഫാക്ചറിംഗ് ഉണ്ട്, അതുപോലെ പൗൾട്രി ഫാമിംഗ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്. അഗ്രികൾച്ചർ ആണ് റഷ്യയിലെ മെയിൻ ഓക്യുപ്പേഷൻ നമുക്ക് കാണാൻ പറ്റും. 20th സെഞ്ചുറിയുടെ ബിഗിനിങ്ങിലൊക്കെ എന്താ പറയുക കൂടുതൽ ആളുകളും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് അഗ്രികൾച്ചർ സെക്ടറിനെയാണ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇൻഡസ്ട്രിയലൈസേഷൻ ഡിഡ് നോട്ട് ലീഡ് ടു വിച്ച് ദ ഫോളോയിങ് പ്രോബ്ലംസ്. ഇപ്പോൾ വേജസ് ആണോ അല്ലെങ്കിൽ ലോങ് അവേഴ്സ് ഓഫ് വർക്ക് ആണോ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ന്യൂ ഇൻഡസ്ട്രീസ് ആണോ? അല്ല, ലിബറലിസം ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയലൈസേഷൻ ത്രൂ എന്തുണ്ടാവുന്നില്ല? ലിബറലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ല കാരണം ഉണ്ടാവുന്നത് ഇപ്പോൾ വേജസ് ഉണ്ടാവുന്നുണ്ട്, ലോങ് അവർ ഓഫ് വർക്ക്സ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക ന്യൂ ഇൻഡസ്ട്രിയൽ റീജിയൻസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലിബറലിസം അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേം അല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യുക ഐഡന്റിഫൈ ചെയ്താൽ മതി. ഓക്കെ, then when did the government suspended Duma എന്ന് ചോദിക്കുകയാണെങ്കിൽ 25th February 1917 നമുക്ക് കാണാൻ പറ്റും. Then which among the following groups was against any kind of political or social change എന്ന് ചോദിക്കുകയാണെങ്കിൽ കൺസർവേറ്റീവ്സ് ആണ്. ബിക്കോസ് കൺസർവേറ്റീവ്സ് ആണ് പൊളിറ്റിക്കലോ സോഷ്യലോ ആയിട്ടുള്ള എനി കൈൻഡ് ഓഫ് ചേഞ്ചസിനെയും അക്സെപ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യും. ദേ വാണ്ടഡ് ടു പ്രിസർവ് ദ ട്രഡീഷണൽ ഓട്ടോക്രാറ്റിക് റൂൾസ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ആബ്സല്യൂട്ടിസ്റ്റ് മൊണാർക്കി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന ന്യൂ കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസിനെ അവർ ഒപ്പോസ് ചെയ്യുന്നില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റും. Then the last set of question, when was the Socialist Revolutionary Party formed in Russia എന്ന് ചോദിക്കുകയാണെങ്കിൽ 1900 1898 ആണോ 1905 ആണോ 1910 ആണോ ചോദിക്കുന്നത്. പക്ഷേ 1900 എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന റവല്യൂഷണറി പാർട്ടി റഷ്യയിൽ ഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. Then the last question, society in the 18th century Europe was divided into കാസ്റ്റ് ആൻഡ് ക്ലാസസ് ആണോ അല്ലെങ്കിൽ എസ്റ്റേറ്റ് ആൻഡ് ഓർഡേഴ്സ് ആണോ അല്ലെങ്കിൽ ലിബറൽസ് റാഡിക്കൽസ് ആൻഡ് കൺസർവേറ്റീവ്സ് ആണോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക റിലീജിയസ് ഗ്രൂപ്പ്സ് ആണോ എന്നുള്ളതാണ് അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ നോക്കുക 20th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണെന്ന് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് അല്ലെ. 20 ക്വസ്റ്റ്യൻസിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇനിയും MCQs പഠിക്കാനില്ലേ സാർ, അല്ലെങ്കിൽ ഇത്രയും MCQs മാത്രം പഠിച്ചാൽ മതിയോ എന്നൊരു ചെറിയൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവും, മക്കൾക്ക് ഉണ്ടാവും.
ബിക്കോസ് ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ടോട്ടൽ ഈ 2 ചാപ്റ്റേഴ്സ് അല്ല ഉള്ളത്. പക്ഷേ ഈ 20th ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുക. ഈ 20th ക്വസ്റ്റ്യൻ ശേഷം നിങ്ങൾ എന്താണ് ഇനിയും സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നമ്മൾ വരും. ഇനിയും സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ വരും. അപ്പൊ ആ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യും, ലൈക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാത്ത ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടും പഠിക്കുക. എല്ലാ ക്വസ്റ്റ്യൻസും മക്കൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ മക്കൾ പഠിച്ചു വെക്കാം. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിവിടെ എന്താണ് ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ട് എസ്റ്റേറ്റ് ആൻഡ് ഓർഡേഴ്സ് വന്നു. ദെൻ 1900 ഇങ്ങനെ നമ്മൾ 20 ക്വസ്റ്റ്യൻ വന്നു. ഈ 20 ക്വസ്റ്റ്യൻ എന്താ പറയാ പഠിച്ചതുപോലെ തന്നെ നമ്മൾ ഇനിയും സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് വരും. അപ്പൊ 20 ക്വസ്റ്റ്യൻ മാത്രം MCQs പഠിച്ചാൽ മതിയോ എന്നൊരു ധാരണ മക്കൾക്ക് വേണ്ട. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇന്ന് ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചു, പക്ഷെ ആഡ് ചെയ്യാൻ വിട്ടുപോയി. എനിവേ ഒരു എന്താ പറയാ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് വരും വരേക്കും. തൽക്കാലം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, യെസ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം മക്കളെ. അപ്പൊ എല്ലാവർക്കും ഒരു താങ്ക് യു, ബൈ.